കാനഡയിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസികൾക്കും ഇന്ത്യൻ വംശജർക്കും ഏറെ തിരിച്ചടിയാകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഏതൊരു പ്രവാസിയുടെയും ആഗ്രഹമാണ് തങ്ങളുടെ മാതാപിതാക്കളെയും മുത്തശ്ശിമാരെയും തങ്ങളോടൊപ്പം താമസിപ്പിക്കുക എന്നത്. എന്നാൽ കാനഡയിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മാതാപിതാക്കളെയും ഗ്രാൻഡ് പാരന്റ്സിനെയും സ്ഥിരതാമസത്തിനായി സ്പോൺസർ ചെയ്യുന്ന പേരന്റ്സ് ആൻഡ് ഗ്രാൻഡ് പാരന്റ്സ് പ്രോഗ്രാം അപേക്ഷകൾ സ്വീകരിക്കുന്നത് കാനഡ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കാനഡ ഇത്തരമൊരു തീരുമാനമെടുത്തത്? ഇതിനു മുൻപ് ഈ സംവിധാനം എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്? കാനഡയിലുള്ള മലയാളി കുടുംബങ്ങളെയും ഇന്ത്യൻ വംശജരെയും ഇത് എങ്ങനെ ബാധിക്കും? ഇതിന് പകരം ലഭ്യമായ മറ്റ് മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയത്തിന്റെ എല്ലാ വശങ്ങളും വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 2026 വർഷത്തേക്ക് പുതിയ പേരന്റ്സ് ആൻഡ് ഗ്രാൻഡ് പാരന്റ്സ് പ്രോഗ്രാം സ്പോൺസർഷിപ്പ് അപേക്ഷകളോ ഇൻട്രസ്റ്റ് ടു സ്പോൺസർ ഫോമുകളോ സ്വീകരിക്കില്ല. എന്നാൽ ഈ പ്രോഗ്രാം പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടുമില്ല. നിലവിൽ ആയിരക്കണക്കിന് അപേക്ഷകൾ പെൻഡിങ്ങിലുണ്ട്. പുതിയ അപേക്ഷകൾ വാങ്ങി ബാക്ക്ലോഗ്, അതായത് കെട്ടിക്കിടക്കുന്ന അപേക്ഷകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് പകരം നിലവിലുള്ള അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ പ്രാഥമിക ലക്ഷ്യം. 2026 ഈ പ്രോഗ്രാം വഴി ഏകദേശം 15,000 പേർക്ക് സ്ഥിരതാമസം നൽകാനാണ് കാനഡയുടെ ഇമിഗ്രേഷൻ ലെവൽസ് പ്ലാൻ ലക്ഷ്യമിടുന്നത്. എന്താണ് ഈ പാരന്റ്സ് ആൻഡ് ഗ്രാൻഡ് പാരന്റ്സ് പ്രോഗ്രാം എന്ന് നമുക്ക് നോക്കാം. കാനഡയിലെ പൗരന്മാർക്കും പെർമനന്റ് റെസിഡന്റ് പദവിയുള്ളവർക്കും തങ്ങളുടെ മാതാപിതാക്കളെയും ഗ്രാൻഡ് പാരന്റ്സിനെയും കാനഡയിലേക്ക് സ്ഥിരതാമസത്തിനായി കൊണ്ടുവരാൻ അനുവദിക്കുന്ന ഒരു ഇമിഗ്രേഷൻ സ്ട്രീമാണിത്. ഇതുവഴി കാനഡയിൽ എത്തുന്നവർക്ക് പെർമനന്റ് റെസിഡന്റ് പദവി ലഭിക്കുകയും തുടർന്ന് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചാൽ കാനഡ പൗരത്വത്തിന് അപേക്ഷിക്കുകയും ചെയ്യാം. മുൻകാലങ്ങളിലെ പ്രതിസന്ധികൾ നമുക്കൊന്ന് പരിശോധിക്കാം. ലോട്ടറി അഥവാ റാൻഡം സെലക്ഷൻ രീതി. ഈ പ്രോഗ്രാമിന് വർഷങ്ങളായി അതിഭീമമായ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത്. ലഭ്യമായ കോട്ടയേക്കാൾ 10 ഇരട്ടിയിലധികം ആളുകളാണ് ഓരോ വർഷവും അപേക്ഷിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അതിനാൽ മുൻ വർഷങ്ങളിൽ ലോട്ടറി രീതി ഉപയോഗിച്ചാണ് അപേക്ഷകരെ തിരഞ്ഞെടുത്തിരുന്നത്. മറ്റൊന്ന് വൻതോതിലുള്ള അപേക്ഷകളുടെ കെട്ടിക്കിടക്കൽ. 2026 ജൂലൈ മധ്യത്തിലെ കണക്കുകൾ പ്രകാരം 50,000-ലധികം അപേക്ഷകളാണ് തീർപ്പ് കൽപ്പിക്കാതെ IRCCയുടെ കൈവശമുള്ളത്. പുതിയ അപേക്ഷകൾ തുടർച്ചയായി സ്വീകരിച്ചാൽ പ്രോസസ്സിംഗ് സമയം വർഷങ്ങളോളം നീണ്ടുപോകുമെന്നതിനാലാണ് പുതിയ അപേക്ഷകൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയത്. ഇത് ഇന്ത്യൻ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് കാനഡ മലയാളി സമൂഹത്തെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് നോക്കാം. കാനഡയിലെ ഇമിഗ്രേഷൻ നിരക്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കേരളത്തിൽ നിന്നും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് പഠനത്തിനും ജോലിക്കുമായി കാനഡയിലെത്തി അവിടെ സ്ഥിരതാമസമാക്കുന്നത്. ഒന്നാമത്തെ കാര്യം PR കാത്തിരിപ്പ് നീളും എന്നതാണ്. മാതാപിതാക്കൾക്ക് കാനഡയിൽ സ്ഥിരതാമസ പദവി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പുതിയ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല. 2, മുൻപ് അപേക്ഷിച്ചവർക്ക് ആശ്വാസമാണ്. നേരത്തെ തന്നെ അപേക്ഷ സമർപ്പിച്ചവർക്ക് ക്യൂയിൽ നിൽക്കുന്നവർക്ക് ഈ തീരുമാനം ദോഷകരമായി ബാധിക്കില്ല. അവരുടെ അപേക്ഷകളുടെ പരിശോധന തുടർന്ന് നടക്കും. 3, കുടുംബ കൂട്ടായ്മകൾ, അതായത് യൂണിറ്റി വൈകും. പ്രായമായ മാതാപിതാക്കളെ തങ്ങളോടൊപ്പം നിർത്തി പരിചരിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരായ പ്രവാസി ദമ്പതികൾക്ക് ഇത് സാമ്പത്തികമായും മാനസികമായും വലിയ പ്രയാസമുണ്ടാക്കും. PR സ്പോൺസർഷിപ്പ് നിർത്തിവെച്ചെങ്കിലും മാതാപിതാക്കൾക്ക് കാനഡയിലേക്ക് യാത്ര ചെയ്യാനുള്ള മറ്റു വാതിലുകൾ ഇപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട്. തങ്ങളുടെ മാതാപിതാക്കളെ ദീർഘകാലത്തേക്ക് കാനഡയിൽ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ മാർഗമാണ് സൂപ്പർ വിസ. ഈ സൂപ്പർ വിസയുടെ സവിശേഷതകളാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഇത് 10 വർഷം വരെ കാലാവധിയുള്ള ഒരു മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. ഒരു തവണ കാനഡയിൽ എത്തിയാൽ തുടർച്ചയായി 5 വർഷം വരെ അവിടെ താമസിക്കാൻ സാധിക്കും. സൂപ്പർ വിസയ്ക്ക് ആവശ്യമായ ഹെൽത്ത് ഇൻഷുറൻസ് മാനദണ്ഡങ്ങളിലും സാമ്പത്തിക യോഗ്യതകളിലും കാനഡ സർക്കാർ അടുത്തിടെ ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. ഇത് സാധാരണക്കാർക്ക് അപേക്ഷിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാക്കുകയും ചെയ്യുന്നു. സാധാരണ ടൂറിസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ വിസ ഉപയോഗിച്ച് മാതാപിതാക്കൾക്ക് വരാം. സമയപരിധി 6 മാസം വരെ മാത്രമാണ് മാതാപിതാക്കൾക്ക് താമസിക്കാൻ സാധിക്കുക. ആവശ്യമെങ്കിൽ കാനഡയ്ക്കുള്ളിൽ വെച്ച് തന്നെ കാലാവധി നീട്ടിയെടുക്കാൻ അപേക്ഷിക്കാം. ചുരുക്കത്തിൽ, കാനഡ സർക്കാർ മാതാപിതാക്കളുടെ സ്പോൺസർഷിപ്പ് പദ്ധതി പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല. മറിച്ച് പെൻഡിങ്ങിലുള്ള 50,000-ലധികം ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാനും ഇമിഗ്രേഷൻ സിസ്റ്റത്തിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താനുമായി 2026 പുതിയ അപേക്ഷകൾ നിർത്തിവച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കാനഡയിലേക്ക് മാതാപിതാക്കളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ നിലവിലെ സാഹചര്യത്തിൽ സൂപ്പർ വിസയോ വിസിറ്റർ വിസയോ പ്രയോജനപ്പെടുത്തുന്നതാണ് ഏറ്റവും പ്രായോഗികമായ വഴി. ഇമിഗ്രേഷൻ പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പുകൾ അറിയുന്നതിന് ഔദ്യോഗിക വെബ്സൈറ്റുകൾ പരിശോധിക്കാൻ മറക്കരുത്.